മുനമ്പം സമരത്തിനൊപ്പം നിലയുറപ്പിച്ച ബി.ജെ.പി. വഖഫ് ഭേദഗതി ബിൽ പാസായ സാഹചര്യത്തിൽ ബി.ജെ.പി. പ്രദേശത്ത് കൂടുതൽ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ്. മുനമ്പത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമരപ്പന്തലിലെത്തിയത് വലിയ രീതിയിൽ ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കും എന്നാണ് മനസ്സിലാകുന്നത്. രാജീവിന് വലിയ സ്വീകരണമാണ് സമരപ്പന്തലിൽ നിന്ന് ലഭിച്ചത്. ബി.ജെ.പി. അധ്യക്ഷനെ ആർപ്പ് വിളികളോടെയാണ് മുനമ്പം ജനത വരവേറ്റത്. ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ പാസായതിന്റെ പശ്ചാത്തലത്തിലാണ് ബി.ജെ.പി. അധ്യക്ഷന് മുനമ്പത്തെ ജനങ്ങൾ സ്വീകരണമൊരുക്കിയത്. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം മറ്റ് എൻ.ഡി.എ നേതാക്കളും മുനമ്പത്തെത്തിയിരുന്നു. സമരം നടത്തുന്ന ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബി.ജെ.പി. നേതാക്കളായ ഷോൺ ജോർജ്, പി.കെ. കൃഷ്ണദാസ്, ബി.ഡി.ജെ.എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയ നിരവധി നേതാക്കളും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം അണിനിരന്നു. ബി.ജെ.പിയിൽ അംഗത്വമെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച മുനമ്പത്തെ 50 പേർക്ക് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് അംഗത്വം വിതരണം ചെയ്തു. പാർട്ടിയിൽ ചേർന്ന ഓരോരുത്തരെയും ഷോൾ അണിയിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം ബി.ജെ.പി. മുനമ്പത്ത് ശക്തമായി നിലയുറപ്പിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം അടക്കം സമരസമിതിയുമായി ആലോചിച്ചാകും തീരുമാനം. അതേസമയം വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസായതോടെ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന ബി.ജെ.പിയുടെ അവകാശവാദത്തിൽ പ്രതീക്ഷയർപ്പിച്ച് സമരസമിതി മുന്നോട്ടു പോവുകയാണ്. ബില്ലിന് മുൻകാല പ്രാബല്യമില്ല എന്ന കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം ആയുധമാക്കി യു.ഡി.എഫും സി.പി.എമ്മും ബി.ജെ.പി. വാദം തള്ളി. ബില്ലിനെ അനുകൂലിക്കണമെന്ന ആവശ്യം എം.പിമാർ അംഗീകരിക്കാത്തതിൽ വേദനയെന്ന കെ.സി.ബി.സിയും പ്രതികരിച്ചു. വഖഫിൽ രാജ്യസഭയും കടന്നതോടെ മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദം ശക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും അനുകൂലമായി സമരക്കാർ മുദ്രാവാക്യം വിളിച്ചു. ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ബില്ലിനെ അനുകൂലിച്ചവരുടെയും എതിർത്തവരുടെയും പേരുകൾ സമരപ്പന്തലിൽ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ചിത്രത്തിന് താഴെ താങ്ക് യു സാർ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എം.പിമാരെ തിരിച്ചറിയുന്ന രീതിയിലാണ് സമരപ്പന്തലിൽ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമരപ്പന്തൽ സന്ദർശിക്കുന്ന ബി.ജെ.പി. നേതാക്കൾക്ക് വലിയ വരവേൽപ്പ് നൽകാനാണ് സമരസമിതിയുടെ തീരുമാനം. സമരത്തിന്റെ 174-ാം ദിവസമാണ് 14 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ബിൽ രാജ്യസഭയും കടന്നത്. വോട്ടെടുപ്പിൽ 128 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 59 പേർ എതിർത്തു. ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയിലും ബിൽ പാസായതോടെ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും. രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ ബിൽ നിയമമാകും. ഇത്രയേറെ വിശദമായ ചർച്ചകൾ നടന്ന മറ്റൊരു ബില്ലും ഇല്ല എന്ന് ബിൽ അവതരിപ്പിച്ച ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. മുനമ്പം വിഷയം ഉൾപ്പെടെ ബില്ലിൽ ചർച്ചയായിരുന്നു. കേന്ദ്രമന്ത്രി കിരണിന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുന്നതായി സമരസമിതിയും പറഞ്ഞു. മുനമ്പം പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമാണ് ബില്ലെന്ന വാദം മന്ത്രി പി. രാജീവ് തള്ളി. ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുവാനുള്ള ശ്രമമാണെന്നും ഉടൻ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമെന്നാണ് മന്ത്രിയുടെ പറച്ചിൽ. 10 മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ വിഷയം സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാമെന്ന് ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംഘപരിവാർ അജണ്ടയ്ക്ക് സി.പി.എം കുടപിടിക്കുന്നുവെന്നാണ് കുറ്റപ്പെടുത്തൽ. മുനമ്പം ജനതയെ കുടിയൊഴിപ്പിക്കരുത് എന്ന നിലപാട് മുസ്ലിം ലീഗും ആവർത്തിച്ചു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ബില്ലിനെ എതിർത്ത ജനപ്രതിനിധികളുടെ നിലപാടിൽ വേദനയുണ്ടെങ്കിലും പ്രതിഷേധമില്ല എന്ന് കെ.സി.ബി.സി വ്യക്തമാക്കി. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ് വഖഫ് ബില്ലെന്നും അതിലൊരു സംശയം വേണ്ടെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ബില്ല് പാസ്സായ ഉടനെ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശം വീണ്ടെടുക്കും. ഈയൊരു സമയത്ത് മുനമ്പത്ത് ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ലേ കോൺഗ്രസും സി.പി.എം ചെയ്യേണ്ടിയിരുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്ക് ശരിക്കും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആരാണ് അവരുടെ കൂടെ നിൽക്കുന്നതെന്നും ആരാണ് പാർലമെന്റിൽ നുണ പറയുന്നതെന്നും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ പ്രീണന രാഷ്ട്രീയം ബുധനാഴ്ച വെളിച്ചത്തായി എന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളാണ് ഇങ്ങനെ പുറത്തു വരുന്നത്. മുനമ്പത്ത് കോൺഗ്രസും സി.പി.എമ്മും ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് അവർ തന്നെ വിളിച്ചു പറയുന്നതിൻ്റെ തെളിവാണ് 50ഓളം ആളുകൾ ബി.ജെ.പിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ബി.ജെ.പിയെ വിശ്വസിച്ചുകൊണ്ട് ബി.ജെ.പിയിലേക്ക് വരുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുനമ്പത്തുകാർ ഒപ്പം നിന്നാൽ ബി.ജെ.പി. എറണാകുളം പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ന്യൂനപക്ഷങ്ങളടക്കം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതുപോലെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് ബി.ജെ.പിയും നിൽക്കുന്നത്. അത് മുനമ്പത്തെ ജനങ്ങൾക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു. കാരണം വഖഫ് ബിൽ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ചപ്പോൾ മോദിക്ക് ജയ് വിളിച്ചുകൊണ്ട് രംഗത്തെത്തിയത് മധ്യപ്രദേശിലെ മുസ്ലിം സ്ത്രീകൾ അടക്കമുള്ളവരാണ്. അവർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. തങ്ങൾക്ക് ഒപ്പമുള്ളത് ബി.ജെ.പിയാണ്,
തങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെ BJPക്കൊപ്പം നിൽക്കണം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരുമിച്ച് കൈകോർത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPMും കോൺഗ്രസും കളിക്കുന്ന നാടകം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതിനെടുത്ത സമീപനം വഖഫ് ബില്ലിൽ ഒരു വാക്ക് പോലും മിണ്ടാതെ, മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും മിണ്ടാതെ, വയനാട്ടിൽ മുസ്ലിം ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ പിണക്കിയാൽ ഇനി തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് പ്രിയങ്ക ഗാന്ധിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ആ അവസരത്തിൽ ബീപ്പ് പറഞ്ഞിട്ട് പോലും നിൽക്കാതെ പ്രിയങ്ക ഗാന്ധി മുങ്ങിയത്. രാഹുൽ ഗാന്ധി ആകട്ടെ ഇതൊന്നും തൻ്റെ വിഷയമല്ല, തനിക്കിതൊന്നും പറയേണ്ടതിൻ്റെ ആവശ്യകതയില്ല, താൻ എപ്പോഴും മുസ്ലിങ്ങളോടൊപ്പമാണ്, ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം കോൺഗ്രസിനോടൊപ്പമുള്ള ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗിനെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് അവർക്ക് തന്നെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും ഒരക്ഷരം സംസാരിക്കാത്തത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്തെത്തി, ഞങ്ങൾ കൂടെയുണ്ട്, ധൈര്യമായിരുന്നോളൂ, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല, മുനമ്പത്തുകാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ ഞങ്ങളൊപ്പം തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ആശ്വാസം തന്നെയാണ് മുനമ്പത്തുകാർക്ക് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇതിപ്പോൾ മുനമ്പത്തിന് ശാശ്വത പരിഹാരമാണ് ഈ ബില്ലെന്ന വാദം ഇടതുപക്ഷം തള്ളിയിരിക്കുകയാണ്. കാരണം ഇടതുപക്ഷത്തിന് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ മുനമ്പത്തുകാരുടെ കൂടി വോട്ടിൻ്റെ ആവശ്യമുണ്ട്. എങ്ങനെയെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ വിജയിച്ചു കയറാനാണ് അവരുടെ ആഗ്രഹം. അത് നടക്കില്ല എന്ന് BJP കൃത്യമായി പറയുന്നുണ്ട്. കാരണം മുനമ്പം ജനതയെ ഒരിക്കലും കുടിയൊഴിപ്പിക്കില്ല എന്നും അവരുടെ സ്വത്തുക്കൾ അവർക്ക് തിരിച്ചു നൽകുന്നത് വരെ അവർക്കൊപ്പം ഉണ്ടാകുമെന്നും കൃത്യമായി പറയുമ്പോൾ അതിൽ എല്ലാം വ്യക്തമാണ്. അതായത് മുനമ്പത്തെ ജനങ്ങളോടൊപ്പം മാത്രമല്ല, വഖഫ് ഏറ്റെടുത്ത ഭൂമിയിൽ നട റോഡിൽ നിൽക്കുന്ന എല്ലാ ജനങ്ങൾക്കൊപ്പവും BJP ഉണ്ട്, നരേന്ദ്രമോദി സർക്കാരുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുണ്ട്, സുരേഷ് ഗോപിയുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ അവർ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുനമ്പത്ത് ഇന്ന് നേതാക്കളെല്ലാം എത്തുന്നത്. ആ എത്തലിൽ തന്നെ പലർക്കും പ്രശ്നമുണ്ടാകും. കാരണം അടുത്ത തവണ ഇനി എന്താകും, ഇതിന് ഇലക്ഷനെയാണല്ലോ, ഇവരെ വോട്ട് ബാങ്കായാണല്ലോ ജനങ്ങളെ കാണുന്നത്. ആ വോട്ട് ബാങ്ക് ഇല്ലാതാകുമോ എന്നുള്ള ഭയമാണ് ഇവർക്ക് ഓരോരുത്തർക്കും ഉള്ളത് എന്നുള്ളത് മുനമ്പം വിഷയത്തിലെ പലരുടെ അഭിപ്രായ പ്രകടനങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും.